നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീം കോടതി തള്ളി. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്നാണ് ഹർജി നൽകിയ അരുൺ ഷൂരി ഇന്ന് ന്യൂസ് 18നോട് പറഞ്ഞത്. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചാണ് റഫാൽ പുനഃപരിശോധനാ ഹർജികളിലെ സുപ്രീം കോടതിയുടെ നിർണായക വിധി എന്നതും ശ്രദ്ധേയമാണ്. ഇടപാടുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതാണെന്നും അവ പരിഗണിക്കരുതെന്നുമുള്ള കേന്ദ്ര സർക്കാർ വാദവും തള്ളിയാണ് കോടതി നിലപാട് പറഞ്ഞത്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സുപ്രീം കോടതി വിധി മോദി സർക്കാരിന് തിരിച്ചടിയോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്, അതുപോലെ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് PV ദിനേശ് എന്നിവരാണ്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് ചേരുന്നു. ശ്രീ KJ ജേക്കബ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PV ദിനേശുമുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഏകകണ്ഠമായിട്ടാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇന്ന് ഈ തീരുമാനം എടുത്തത്. അതായത് ഈ ഹർജികൾ ഫയലിൽ പോലും സ്വീകരിക്കരുത് എന്നതായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ കുറ്റകരമായ ഒരു ഇടപെടൽ കൂടിയാണ് ഈ രേഖകൾ എന്നൊക്കെയാണ് ഒരു നിലപാടെടുത്ത്. ആ നിലയിൽ അത് കുറ്റകൃത്യമാണ് എന്നൊരു നിലപാട് കൂടി എടുത്തിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിൽ ഈ പുതിയ പ്രശ്നവും പുതിയ സാഹചര്യവും പുതിയ രേഖകളും പരിശോധിക്കാം എന്ന് പറഞ്ഞതിന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഏറ്റവും ഒടുവിലടക്കം പ്രധാനമന്ത്രിയോട് റഫാൽ ഇടപാടിനെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് ചോദിച്ചാൽ സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ, കോടതി ഉത്തരവിൽ വിശ്വാസമില്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി എന്തു പറയും? അല്ല, ഇപ്പോഴും കോടതി ഉത്തരവിൽ വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമൊന്നും രാജ്യത്തുണ്ടായിട്ടില്ല. BJPക്ക് കോടതി ഉത്തരവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരവരുടെ താല്പര്യമനുസരിച്ച് പല ആളുകളും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ചില മാധ്യമങ്ങളും കൂടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കാരണം കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞത് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ട രേഖ എന്നുള്ള നിലയിലുള്ള ചില രേഖകൾ, ആ രേഖകൾ തെളിവായി സ്വീകരിക്കുന്നതിനെ, അല്ലെങ്കിൽ ആ രേഖകളെ കോടതിയുടെ പരിഗണനയ്ക്കെടുക്കുന്നതിനെ ഗവൺമെൻറ് എതിർത്തു എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു സുപ്രീം കോടതിയിൽ ഏത് രേഖയും ആവശ്യപ്പെടാനുള്ള അവകാശം കോടതിക്കുണ്ട്. ആവശ്യപ്പെട്ടാൽ അത് സീൽ ചെയ്ത് പ്രത്യേക കവറിൽ സീൽ ചെയ്ത് ഹാജരാക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട രേഖ എന്നുള്ള നിലയിൽ ഒരു രേഖ ഹാജരാക്കുന്ന കീഴ്വഴക്കത്തെ ഗവൺമെൻറ് കോടതിയിൽ എതിർത്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ എതിർത്ത അക്കാര്യത്തെ സംബന്ധിച്ച് ആ രേഖ മോഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാതെ ഇരിക്കേണ്ടതില്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് ശരി. അപ്പം കോടതിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി എന്നതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ കേസിൽ ഇപ്പോൾ നരേന്ദ്രമോദി കുറ്റക്കാരനാണ് എന്ന മട്ടിലാണ് ഇവിടുത്തെ പ്രചരണം. എന്താ രാഹുൽ ഗാന്ധി പറയുന്നു ചൗക്കീദാർ ചോർ ഹേ എന്ന് കോടതി പറഞ്ഞു എന്ന്. സത്യത്തിൽ കോടതിയുടെ അത് ഇപ്പോൾ കോടതി അലക്ഷ്യ കേസ് വരാൻ പോവുകയാണ്. കോടതിയെ സംബന്ധിച്ച് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം കോൺഗ്രസും ചില മാധ്യമങ്ങളും ഒരുമിച്ച് ഏറ്റെടുത്തിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ കേസിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നു. അതേസമയം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ എന്തെങ്കിലും രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ കോടതിക്ക് പരിശോധിക്കാം, കോടതിക്ക് പരിഗണിക്കാം, അവിടെ കേസിൽ അത് തെളിവായി സ്വീകരിക്കാം. ആ തരത്തിൽ ഉണ്ടാവുന്ന ഏത് വിധിയും അനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടതുമാണ്. അതിനകത്തൊന്നും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ BJPക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇപ്പോൾ ആ രേഖ പരിഗണിക്കുന്നത് സംബന്ധിച്ചുണ്ടായ വിരുദ്ധമായ സർക്കാരിൻ്റെ അഭിപ്രായം, ആ അഭിപ്രായത്തെ അതല്ല, ആ രേഖ പരിഗണിക്കാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതെന്തോ വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന മട്ടിൽ ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വാദഗതികൾക്ക് ഒരു പ്രസക്തിയുമില്ല.
ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാം എന്നുള്ള ദൃഷ്ടിയിലാണ് ഈ പ്രചരണം നടത്തുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രം, കഴിഞ്ഞ കാലത്തെ ഭരണത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നടത്തിയ ചരിത്രമാണ്. അവരെപ്പോലെ തന്നെയാണ് BJPയും എന്ന് വരുത്താനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം എന്നതിനപ്പുറത്ത് ഈ പ്രചരണത്തിൽ ഒരടിസ്ഥാനവുമില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, തീർച്ചയായും ഇത് ഒന്നാമത്തെ കാര്യം, ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയിലേക്ക് അത് ചുരുക്കേണ്ടതില്ല. ആ നിലയിലല്ല ഈ ചർച്ചയിലടക്കം ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കോടതി എതിർത്തതിനെ സർക്കാർ എതിർത്തതിനെ കോടതി തള്ളി, ഈ രേഖകൾ പരിശോധിക്കരുത്, തെളിവായി പരിഗണിക്കരുത് എന്ന് പറഞ്ഞതിനെ കോടതി തള്ളി എന്ന നിലയിൽ മാത്രമല്ല എടുക്കേണ്ടത്. ആ രേഖ പരിഗണിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളിടത്താണ് പ്രശ്നം. അത് ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ എന്നതുകൂടി വരുമ്പോഴാണ് ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിനപ്പുറമുള്ള ഗൗരവമായ ഒരു തലം കൂടി വരുന്നത്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് അഭിപ്രായം അതുമായി ബന്ധപ്പെട്ടും BJP നിലപാട് പറയേണ്ടതായി വരും. ശ്രീ അഡ്വക്കേറ്റ് ദിനേശ്, ഞാൻ താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ KJ ജേക്കബ്, ഇതിൻ്റെ മെറിറ്റിലേക്ക് അല്ലെങ്കിൽ ഉള്ളടക്കത്തിലേക്ക്, കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും മുമ്പ് തന്നെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപരമായ സാഹചര്യം കൂടി ഇതിൽ ശ്രീ KJ ജേക്കബ് കാണുന്നുണ്ടോ? മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു പരിഗണനയായി ഈ ഉത്തരവ് മാറുന്നുണ്ടോ? കോടതി തന്നെ പറഞ്ഞത് ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ പേരിൽ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ സർക്കാരിന് പാർലമെൻറ്റ് അധികാരം നൽകിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രധാന വിധിയിൽ ചീഫ് ജസ്റ്റിസ് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, പൊതു താൽപ്പര്യമാണ് പ്രധാനം. പുതുതായി പുറത്തു വന്ന 3 രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായി വാദം കേൾക്കും എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് KM ജോസഫ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നൽകിയ പങ്ക് പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പ്രസക്തമാണോ ഇന്നത്തെ ഉത്തരവ്? വളരെ പ്രസക്തമാണ്. അത് ഒരു ഇന്നത്തെ കോടതിയുടെ ഉത്തരവ് ഒരു വൺ വേ ഉത്തരവല്ല കേട്ടോ. അത് 2 വിധത്തിലും കോടതി ഇത് പറയുന്നുണ്ട്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് യോജിച്ചതാണ് എങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനുള്ള പത്രങ്ങളുടെ അവകാശത്തെ തടയാനുള്ള ഒരവകാശവും പാർലമെൻറ്റ് സർക്കാരിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിയമനിർമ്മാണ സഭകൾ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളും അതിൽ ഇടപെടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് അക്കാര്യത്തിൽ കാറ്റഗോറിക്കലായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി. അതായത് പൊതുജന താൽപ്പര്യത്തിന് യോജിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ഉഡായിപ്പ് വർത്തമാനങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. അത് സർക്കാരിന് അതിൻ്റെ പുറത്ത് യാതൊരു റോളുമില്ല, കോടതിക്ക് പോലും അതിൻ്റെ അകത്ത് ഒരു റോളില്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് അങ്ങനെ പറയുന്ന കോടതി ജസ്റ്റിസ് ജോസഫിൻ്റെ വിധിന്യായത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അവകാശം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറ്റ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല. ബയാസ്ഡ് അല്ലാത്ത വിധത്തിൽ നാട്ടുകാരോട് കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ആണ് മാധ്യമപ്രവർത്തകർക്കുള്ളത് എന്നുള്ള വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ജസ്റ്റിസ് ജോസഫ് മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അവകാശം കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ബയസ്ഡ് ആയിട്ട് വാർത്തകൾ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. പൊതുജന താല്പര്യത്തിന് അനുസൃതമായി, രാജ്യ താല്പര്യത്തിന് അനുസൃതമായി ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമല്ല ഉത്തരവാദിത്വം കൂടി മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ ടൈംലി ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഒരു ഓർമ്മിപ്പിക്കൽ കൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അങ്ങനെ 2 വിധത്തിലും മാധ്യമ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമായിട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഒപ്പം ആ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് രാജ്യ താല്പര്യത്തിന് അനുസൃതമായി ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കൽ. അങ്ങനെ 2 വിധത്തിലും ഇന്നത്തെ സുപ്രീം കോടതി വിധി വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണെന്ന് ഞാൻ കരുതുന്നു. അഡ്വക്കേറ്റ് PV ദിനേശ്, ഈ പുനഃപരിശോധനാ ഹർജികളിൽ തുറന്ന കോടതിയിൽ തന്നെ വിശദമായി വാദം കേൾക്കും എന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതും ചോർന്ന രേഖകൾ പരിശോധിക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേസിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു പുതിയ വായനയിലേക്ക് പോകാനാണോ സാധ്യത? ചോർന്ന രേഖകൾ അത് മാധ്യമങ്ങളിലൂടെ, ദ ഹിന്ദുവിലൂടെ അടക്കം പിന്നീട് എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നത് കോടതി വളരെ ഗൗരവമായി കാണുന്നു. അതിൽ വ്യത്യസ്തമായ ഒരു ഉള്ളടക്കമുണ്ട് എന്ന് കോടതിയുടെ തിരിച്ചറിവാണോ, മനസ്സിലാക്കലാണോ ഇന്ന് സംഭവിച്ചത്? ഈ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഈ വിധി വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ്. ഈ വിധിയിലൂടെ വളരെ പുരോഗമനപരമായിട്ടുള്ള വിധിയാണ്, നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള വിധിയാണ്, ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. പ്രധാനമായും 3 കാര്യങ്ങളെയാണ് ഈ വിധി അത് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, പത്രസ്വാതന്ത്ര്യം. അത് എന്താണ് എന്നുള്ളത്
ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചു. 2, വിവരാവകാശ നിയമം. പലപ്പോഴും വിവരാവകാശ നിയമത്തിൽ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും അത് അനുവദിക്കാറില്ല. മറിച്ച് അവിടെ കറപ്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ അതുപോലുള്ള സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ പൗരന് അറിയാനുള്ള അവകാശമുണ്ട് എന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞു ഈ വിധിയിലൂടെ. മൂന്നാമത് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഔദ്യോഗിക രഹസ്യ നിയമം, അതായത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും സർക്കാരുകൾ പല കാര്യങ്ങളും, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട്. അപ്പോൾ അതിനകത്തും കോടതി പറഞ്ഞു, നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഉടക്കുകൾ പാടില്ല, മറിച്ച് പൗരൻ്റെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള അധികാരമാണ് അറിയാനുള്ള അവകാശം. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കറപ്ഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ ഏരിയകളിൽ എന്തെങ്കിലും പ്രശ്നം, അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വിവരം പുറത്തു നൽകേണ്ടതാണ് എന്നാണ് കോടതി പ്രധാനമായും ഈ വിധിയിലൂടെ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. ഒരു പരിധിവരെ ഈ വിധികളൊക്കെ തന്നെ, ഈ വിധി പുറപ്പെടുവിച്ചത് ഒരു പരിധിവരെ സുപ്രീം കോടതിയുടെയും ഓസ്ട്രേലിയൻ നീതിന്യായ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലും അമേരിക്കൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലുമായിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു വിധി തന്നെയാണിത്. പിന്നെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, കോടതി ഇനി അടുത്തതായി എന്താണ് നടപടി സ്വീകരിക്കാൻ സാധ്യതയുള്ളത്, ഈ വിധി സുപ്രധാനമായ വിധിയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധന, റാഫേൽ വിധിയിൽ ഒരു പുനഃപരിശോധന നടക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു വിഷയം, കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായി ഈ ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തടസ്സവാദം ഉന്നയിച്ചു. എന്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലുള്ളൊരു തടസ്സവാദം ഉന്നയിക്കാനുള്ള കാരണം? അവിടെയാണ് കോടതി എന്ത് തീരുമാനിക്കും എന്നല്ല. ഇപ്പോൾ കോടതി ഈ വിധിയിലൂടെ അതിനകത്ത് അഴിമതി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ ഒന്നും തന്നെ കോടതി പറഞ്ഞിട്ടില്ല. കാരണം ആ കോടതി പൂർണ്ണമായും അതിലേക്ക് പുനഃപരിശോധന ഘട്ടത്തിൽ ആ കാര്യങ്ങളിലേക്ക് പോകാതെ പുനഃപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഉന്നയിച്ചിട്ടുള്ള തടസ്സവാദങ്ങൾക്ക് പ്രസക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ തീർച്ചയായും ഇതിനകത്ത് അഴിമതി ആരോപണം ഉണ്ടാകാം. അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് എന്താ പറയേണ്ടത്, അതിന് കുറച്ചും കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറൽ വാദങ്ങളായി കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അറ്റോർണി ജനറൽ പറഞ്ഞത് എന്താണ്, ഈ രേഖകൾ മോഷ്ടിച്ച രേഖകളാണ്, ഇത് ഉത്തരവാദിത്തമില്ലാത്ത രേഖകളാണ്, അതുകൊണ്ട് ഈ രേഖകൾ ആശ്രയിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതി പറഞ്ഞു, രേഖകൾ എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി നമുക്ക് ആ ചോദ്യം മാറ്റിവെക്കാം, മറിച്ച് നിങ്ങൾ ഒരിക്കലും രേഖകളുടെ ഉള്ളടക്കത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അത് ഫോട്ടോ കോപ്പി ആണെന്നോ അല്ലെങ്കിൽ എന്ന കാര്യം, പത്രങ്ങളിൽ വന്ന വാർത്ത അല്ലെങ്കിൽ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്ത് തെറ്റാണോ എന്ന് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് നിങ്ങൾ ഈ തടസ്സവാദം ഉന്നയിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സുതാര്യമായി ഇത് കേട്ടാൽ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും മറച്ചു വെക്കാൻ ഇല്ല, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രേഖകളിലൂടെ വെളിവായിട്ടുള്ള കാര്യം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ അത് ശരിയാണോ തെറ്റാണോ, ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വാദങ്ങളിലേക്ക് എന്തുകൊണ്ട് കോടതിയെ കടക്കാൻ അനുവദിക്കുന്നില്ല? എന്തിനാണ് ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞിട്ടുള്ളൊരു വാദം, ഞങ്ങൾക്ക് യാതൊരു തിരിച്ചടിയും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വാദം ഉന്നയിക്കുന്നു, ഈ രേഖകളൊന്നും തന്നെ നിങ്ങൾ നോക്കാൻ പാടില്ല. കോടതി പറയുന്നു, ഇത് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചേ അടങ്ങൂ, ഇതിനകത്ത് അഴിമതി ആരോപണം എന്നുള്ളൊരു അലിഗേഷൻ ഉണ്ട്, അതുപോലെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമുണ്ട്, അതുകൊണ്ട് ഈ രേഖകൾ പരിശോധിക്കണം എന്ന് കോടതി പറയുന്നു. അപ്പോൾ അതിന് തിരിച്ചടി സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു പദപ്രയോഗം ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, കോടതി വിധിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടി കോടതി വിധിയിൽ എത്രത്തോളം വിശ്വാസം കൽപ്പിക്കുന്ന പാർട്ടിയാണെന്ന് കഴിഞ്ഞ 2-3 മാസങ്ങളായി കേരളത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കോടതി വിധിയിൽ എത്രത്തോളം വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നതിനെക്കുറിച്ച്. അത് രാഷ്ട്രീയമായുള്ള ചർച്ചയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറിച്ച് കോടതി ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് താങ്കൾ പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായ ഒരു രേഖ പരിശോധിക്കട്ടെ എന്ന് കോടതി തീരുമാനിക്കൽ മാത്രമല്ല,
ഇവിടെ ഒന്നാമത്തെ ഈ മാധ്യമ സ്വാതന്ത്ര്യം തന്നെ കോടതി കൃത്യമായി മാധ്യമങ്ങളോട് പറയുകയാണ്, ഒട്ടും പക്ഷപാതപരമായിട്ടല്ലാതെ അഴിമതിക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കണം. ഇനി അങ്ങനെ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതൊരു കുറ്റകൃത്യമായി കണ്ട് ഈ പറഞ്ഞ മോഷ്ടിച്ച രേഖയാണ് എന്നൊക്കെ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞല്ലോ, ഉഡായിപ്പ് വാദമൊക്കെ ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനാധിപത്യ സർക്കാരിനെ സുപ്രീം കോടതി ഇന്ന് ഓർമ്മിപ്പിച്ചത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പാർലമെൻറ്റ് അധികാരം നൽകിയിട്ടില്ല എന്നാണ്. വളരെ പ്രധാനപ്പെട്ട മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സമ്മാനിക്കുന്നതിൽ ഈ സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ ഈ സർക്കാരിന് തിരിച്ചടി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇപ്പം കഴിഞ്ഞ കാലത്തെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രത്യേകിച്ച് പ്രതിരോധ ഇടപാടുകളിൽ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനമുണ്ട്. അത് കാലങ്ങളായി ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം, അല്ലെ NDA ഗവൺമെൻറ്റോ നരേന്ദ്രമോദിയോ വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമല്ല. കാലങ്ങളായി ആ മേഖലയിൽ തുടർന്നു വരുന്ന കീഴ്വഴക്കങ്ങൾക്ക് അനുസരിച്ച് ആ നിലയ്ക്കുള്ള ഒരു വാദഗതിയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിന് അത് പറയാനുള്ള ബാധ്യതയുണ്ട്. കാരണം അങ്ങനെ ആരെങ്കിലും ഒരു രേഖ മോഷ്ടിച്ചു കൊടുത്താൽ ഉടനെ അത് പരിശോധിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ അത് പരിശോധിച്ചോ എന്ന് പറയുന്നതല്ല ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചു വരുന്ന പ്രതിരോധ മേഖലയിലെ രേഖകൾ സംബന്ധിച്ച്, അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ സംബന്ധിച്ച്, അതിൻ്റെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഒക്കെ കാലങ്ങളായി സ്വീകരിക്കുന്ന സീക്രസി കാത്തുസൂക്ഷിക്കുന്ന ഒരു സമീപനമുണ്ട് ഗവൺമെൻറ്റിന്. അത് ഒരു ഗവൺമെൻറ്റിനല്ല, അത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു തുടർച്ചയായ സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു സർക്കാർ ആ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. അക്കാര്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അത് പരിശോധിക്കേണ്ടതില്ല, മറിച്ച് ഈ രേഖയാണ് പരിശോധിക്കേണ്ടത് എന്ന് കോടതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കോടതി പരിശോധിക്കട്ടെ. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് തിരിച്ചടിയാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത നിറവേറ്റുകയാണ്, ഗവൺമെൻറ്റിൻ്റെ ആ നിലക്കുള്ള ചുമതലയാണ് അത് പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ മാധ്യമങ്ങൾക്ക് എന്തോ വലിയ ലോട്ടറി അടിച്ച പോലെ മാധ്യമങ്ങളോടും കോടതി എന്താ പറഞ്ഞേ? മാധ്യമങ്ങൾ ഇതൊന്നും പരിശോധിക്കേണ്ട എന്നാരും പറയുന്നില്ല. മാധ്യമങ്ങൾ ഇതൊക്കെ പറയാനുള്ള അവകാശം. പക്ഷേ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് അതിൽ കൂടുതൽ വ്യക്തത വേണം, കൂടുതൽ ജാഗ്രത വേണം എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതിനകത്തുകൊണ്ട് കോടതി മാത്രമല്ല, ഈ സംഭവത്തിൽ ജാഗ്രതയില്ല എന്ന അർത്ഥത്തിലല്ല, അതൊരു പൊതു പ്രസ്താവമാണ്. അത് പാലിക്കാൻ മാധ്യമങ്ങൾ ബാധ്യസ്ഥരുമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരോ നിങ്ങളോ ഒക്കെ നിസാരവൽക്കരിക്കുന്ന പോലല്ല, ഉത്തരവാദിത്വത്തോടെ മാധ്യമങ്ങൾ അതിനെ കാണുന്നു. അതാണ് ശ്രീ ജേക്കബ് പറഞ്ഞത്. പ്രശ്നം അതൊന്നുമല്ല. അല്ലല്ലേ ശരത്തെ, അല്ല ആ പറയുന്നതിനോട് എനിക്ക് ഇപ്പൊ പറഞ്ഞത് ഈ സംഭവത്തിൽ വിധി പറയുമ്പോൾ ജാഗ്രത വേണമെന്ന് പറഞ്ഞാൽ അത് ഈ സംഭവത്തിനല്ല, പണ്ടത്തെ സംഭവമാണ് എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ രേഖകൾ പരിശോധിക്കാതിരിക്കുകയല്ലേ വേണ്ടത്? താല്പര്യത്തിൽ ഉന്നയിക്കണം. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ രേഖകൾ പരിശോധിക്കേണ്ടതില്ല എന്നാണ് കോടതി പറയേണ്ടത്. കോടതി അത് പരിശോധിക്കാൻ പ്രാപ്തമായതാണ് എന്നല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല. പിന്നല്ലാതെ അങ്ങനെയല്ല. ഞങ്ങൾ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഉന്നയിച്ച വാദം കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചു വരുന്ന സമീപനത്തിന്റെ തുടർച്ചയാണ്. അത് ഈ ഗവൺമെന്റ് അല്ല, വിധി വന്നു, ആ വിധിയെ ഞങ്ങൾ അതല്ലേ ഞാൻ പറഞ്ഞത്, വിധിയെ അംഗീകരിക്കുന്നു, അതിന് ബാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് ഘടകങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ? ആ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് പറഞ്ഞെന്താ? മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മുമ്പ് പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇക്കാര്യത്തിലല്ല, വേറെ കാര്യത്തിലാണ് എന്ന് പറയുന്ന ശ്രീ രാധാകൃഷ്ണ മേനോൻ, അങ്ങനെയല്ല. അതിനകത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി സർക്കാർ സമീപനത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിച്ചു. ആ നിലയിൽ പക്ഷപാതരഹിതമായി അഴിമതിക്കെതിരായ പൊതു ഇടപെടലുകൾ ഉണ്ടാകണം. ഉന്നത തലങ്ങളിലെ അഴിമതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജികൾ എന്ന കാര്യം പോലും രേഖകൾ പരിഗണിക്കുന്നതിലെ പൊതു താല്പര്യം വ്യക്തമാക്കി ജസ്റ്റിസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. ആ നിലയിലാണ്, അല്ലാതെ മാധ്യമങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചു എന്ന നിലയിലല്ല. ശ്രീ കെ ജെ ജേക്കബ്, ചൂണ്ടിക്കാട്ടിയതിനോടൊപ്പം തന്നെ നിങ്ങൾ അത് ആവർത്തിച്ച് അതിൽ മുറുകെ പിടിച്ചോളൂ. പറഞ്ഞെങ്കിൽ ആ ജാഗ്രത വേണമെന്ന് പറഞ്ഞത് ഇതിനല്ല. എന്താ സംശയം? അതിൽ തർക്കമില്ലെന്നേ, അത് അംഗീകരിക്കാൻ തയ്യാറാണ് മാധ്യമങ്ങൾ. ശ്രീ രാധാകൃഷ്ണ മേനോൻ വാദത്തിന് വേണ്ടി ആ വാചകത്തെ മുറുകെ പിടിക്കുന്നത് മനസ്സിലാക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ശ്രീ കെ ജെ ജേക്കബ്, ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നതോടെ ഇന്നിപ്പോൾ അരുൺ ഷൂരി പറഞ്ഞത്
വിധി പുനഃപരിശോധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം രൂപപ്പെടും എന്നാണ് പറഞ്ഞത്. അതായത് 4 മാസം മുമ്പ് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ഈ രേഖകൾ പുറത്തു വന്നത്. സർക്കാരിൻ്റെ വാദം കേട്ടുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ട എന്ന് റഫാൽ ഇടപാടിൽ സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അതിൽ സംശയിക്കത്തക്കതായ, കോടതിയിൽ വെളിപ്പെടുത്താത്തതായ പല കാര്യങ്ങളും ഈ രേഖകൾ പുറത്തു കൊണ്ടുവന്നില്ലേ? ആ സാഹചര്യത്തിൽ വിധി പുനഃപരിശോധിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഗൗരവമായി ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുന്നതിലേക്കാണോ സുപ്രീം കോടതി പോവുക? ശ്രീ KJ ജേക്കബിൻ്റെ അഭിപ്രായം എന്താണ്? ശരത്, നമ്മളിപ്പോഴാണ് ചർച്ചയിലേക്ക് വരുന്നത്. ഈ കേസിൽ എന്താണ് സുപ്രീം കോടതി പരിശോധിച്ചത്? സുപ്രീം കോടതി പരിശോധിച്ച് വിധി പറഞ്ഞത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ റഫാൽ ഇടപാടിൽ നടപടിക്രമങ്ങളുടെ എന്തെങ്കിലും പാളിച്ചയോ ലംഘനമോ ഉണ്ടായിട്ടുണ്ടോ? 1. 2, വിലയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടോ, സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ടോ? 3, ഓഫ്സെറ്റ് കരാർ പ്രകാരം അനിൽ അംബാനിയുടെ കമ്പനിക്ക് കൊടുത്തതിൽ തെറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചതും വിധി പറഞ്ഞതും. ആ വിധിന്യായം തുടങ്ങുന്നത് തന്നെ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളുടെ പരിശോധന എന്ന് പറയുന്നത് വളരെ മിനിമലാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് കോടതി പറയുന്നു, ഇതിൽ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ അകത്ത് ഈ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ, ഇതിൻ്റെ ചട്ടങ്ങളിൽ ലംഘനമൊന്നും ഞങ്ങൾ കാര്യമായി കാണുന്നില്ല. ഇനി എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള ചില ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ അത്രയധികം പ്രധാനപ്പെട്ടതല്ല എന്ന് കോടതി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വിലയുടെ കാര്യത്തിൽ ഈ വില എന്നുള്ളതും അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള വേർവിധം, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല എന്ന് മാത്രമല്ല, CAGയും പാർലമെൻറ്റും ഇത് പരിശോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തെ ഭാഗം, ഓഫ്സെറ്റ് കരാർ കൊടുത്തതിൽ ചട്ടലംഘനമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. അപ്പോൾ കോടതിയുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ചിട്ടാണ് കോടതി ഈ തീരുമാനത്തിലെത്തുന്നത്. അവിടെ നിന്നാണ് ശ്രീ N. റാമിൻ്റെ ഹിന്ദു പത്രവും മുമ്പോട്ട് കൊണ്ടുവന്ന രേഖകൾ കോടതിന് മുമ്പിലേക്ക് എത്തുന്നത്. ഈ രേഖകളിൽ എന്താണ് പറയുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ നെഗോഷിയേഷനിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ DPP പരിശോധിച്ചാൽ അറിയാം, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയത് തന്നെ ഇതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ റോള് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ തീരുമാനമെടുക്കുക, അതിനുശേഷം അവസാനമായി ധനകാര്യമന്ത്രി, പിന്നെ ക്യാബിനറ്റ് കമ്മിറ്റി, അങ്ങനെ രീതിയിലുള്ളൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് UPA സർക്കാർ ഇങ്ങനെ ഒരു കൊണ്ടുവന്നത്. ഈ സർക്കാരും NDA സർക്കാരും ഈ പ്രൊസീജിയറിൻ്റെ അത് തന്നെ പിന്തുടർന്നു, ചെറിയ ഭേദഗതികളോടുകൂടി. അപ്പോൾ അതായത് അതിൻ്റെ ഒരു ആ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യം, അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നത് കോൺട്രാക്ട് നെഗോഷിയേഷൻ കമ്മിറ്റി അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് DPP പറയുമ്പോഴാണ് ഇതിൻ്റെ പുറത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഇത് ചർച്ച ചെയ്തുവെന്നും ഈ കാര്യത്തിൽ ഡിഫൻസ് സെക്രട്ടറി ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെന്നും നമ്മുടെ മുമ്പിൽ രേഖകൾ വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രൊസീജിയറിൽ തെറ്റുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കോടതിയുടെ മുമ്പിലുള്ള രേഖ നേരത്തെ അനുസരിച്ചാണെങ്കിൽ സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞിരുന്നത് ഇതെല്ലാം DPP 2013 DPP അനുസരിച്ചാണ് ഞങ്ങളിത് പോയത് എന്നുള്ളതാണ്. മറിച്ചൊരു വാദത്തിനുള്ള സ്കോപ്പ് ആരുടെ അടുത്ത് ഉണ്ടായിരുന്നത്? രേഖകളൊന്നും നമ്മുടെ മുമ്പിൽ അവൈലബിൾ അല്ല. സർക്കാരിന് മുമ്പിലുള്ള രേഖകൾ സർക്കാർ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി രേഖ അന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ സർക്കാർ വേറൊരു കാര്യം പറയുണ്ടായി, ഇതിൽ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ല എന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ സർക്കാർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തെ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം കോടതിക്ക് അതാണ് കോടതിയുടെ മുമ്പിൽ വരുന്ന രേഖകൾ. അതിന് അങ്ങനെ അല്ല എന്ന് പറയാൻ അന്ന് വാദിഭാഗത്തിൻ്റെ അടുത്ത് കേസ് കൊടുത്ത ആൾക്കാരുടെ അടുത്ത് രേഖകളില്ല. പക്ഷെ ഇന്ന് അവരുടെ കയ്യിൽ രേഖകളുണ്ട്. സർക്കാർ പറഞ്ഞത് ശരിയല്ല എന്നും ഇതിൽ DPPയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വിലയുടെ കാര്യത്തിൽ വന്നു കഴിയുമ്പോൾ CAG റിപ്പോർട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. CAG പൊതുവെ ഇതിൻ്റെ വിലയുടെ കാര്യത്തിൽ കൃത്യമായ വില നമ്മളോട് പറയുന്നില്ലെങ്കിലും അതിനകത്ത് ഒരു കാര്യം CAG സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയപ്പോൾ ഈ ഫ്രഞ്ച് കമ്പനിക്ക് പണം ലാഭം കിട്ടിയിട്ടുണ്ട്, ആ പണം ഇന്ത്യ സർക്കാരിന് വരേണ്ടതാണ്, അത് ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യത്തിൽ നമ്മൾ പണം കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് CAG റിപ്പോർട്ട് പ്രകാരം നമുക്ക് ബോധ്യമാകേണ്ടതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ ഓഫ്സെറ്റ് കരാർ കൊടുക്കുമ്പോൾ ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സർക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് 2013 ചട്ടപ്രകാരമാണ് ഈ കച്ചവടം നടന്നത്, ഈ കരാർ ഉണ്ടെന്നുള്ളതാണ്. അതേസമയം
അന്നേരമാണ് ചോദ്യം വരുന്നത്, ഈ അംബാനിയുടെ കമ്പനിക്ക് എങ്ങനെ കൊടുത്തു? ആ ചോദ്യം വന്നു കഴിയുമ്പം പ്രതിരോധ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ വളരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, എനിക്കിത് അറിയേണ്ട ആവശ്യമില്ല, ഇത് വന്നു കഴിയുമ്പോൾ അതായത് 2016 ചട്ടമനുസരിച്ച് എനിക്ക് കമ്പനി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെയുള്ള വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ 2013 ചട്ടമനുസരിച്ചാണെങ്കിൽ പ്രധാന കരാറിൻ്റെ ഒപ്പം ഓഫ്സെറ്റ് കരാറും വരണം. 2013 കരാർ അനുസരിച്ചാണ് ചട്ടമനുസരിച്ചാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓഫ്സെറ്റ് കരാറിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ സർക്കാർ വളരെ തന്ത്രപരമായിട്ട് 2016 പോകുന്നു. എന്ന് പറഞ്ഞാൽ സർക്കാർ അംബാനി കമ്പനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രത്യക്ഷമായിട്ട് സർക്കാരിന് മുമ്പിൽ രേഖകൾ വെച്ച് തന്നെ ഇപ്പോഴുണ്ട് കോടതിയുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, കോടതി നേരത്തെ ഏത് കാര്യങ്ങൾ ഏത് രേഖകൾ വെച്ച് തീരുമാനിച്ചുവോ ആ രേഖകൾക്കപ്പുറമുള്ള സത്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിലുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾക്കുള്ളത് എന്താണ്? ഈ രേഖകളുടെ, അതിപ്പം ഇന്നത്തെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഈ കോടതിയുടെ ഈ രേഖകൾ ഇതുവരെ സർക്കാർ പിന്നെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടില്ല. അത് സത്യവിരുദ്ധമാണ് എന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. മോഷ്ടിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ കോപ്പി എടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ആ രേഖകളുടെ പുറത്ത് വാദം വരും. ആ രേഖകൾ സത്യസന്ധമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഈ പ്രൊസീജിയറിൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഈ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നും വരികയാണെങ്കിൽ എന്താണ് പരാതി അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം എന്നുള്ള നേരത്തെ തള്ളിക്കളഞ്ഞ പരാതിയാണ് കോടതി ഒന്നുകൂടെ പരിഗണിക്കുന്നത്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയാണ് എങ്കിൽ ഒരു അന്വേഷണം, അപ്പോഴും നമ്മൾ അഴിമതി നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ഒരു അന്വേഷണം നടത്താനുള്ള വഴി നാട്ടുകാരുടെ മുമ്പിൽ, CBIക്ക് മുമ്പിൽ അല്ലെങ്കിൽ സർക്കാർ കോടതി നിശ്ചയിക്കുന്ന ഒരു ഏജൻസിക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. അതാണ് ഈ കോടതിയുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ട്. അതിൽ ശ്രീ രാധാകൃഷ്ണ മേനോനോട് എനിക്ക് പറയാനുള്ളത്, ഈ കോടതി വിധി ഈ റിവ്യൂ, അതായത് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കോടതി പരാതി തള്ളിക്കളഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ BJP നേതാക്കന്മാർ രാജ്യത്തോട് പറഞ്ഞത്, ഇപ്പോഴും പ്രധാനമന്ത്രി നാട്ടുകാരോട് പറയുന്നത്, ഇതാ കോടതി തള്ളിക്കളഞ്ഞ കേസല്ലേ എന്നുള്ളതാണ്. അപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അങ്ങനെ വരുമ്പോൾ നേരത്തെ തള്ളിക്കളഞ്ഞത് നിങ്ങൾക്കൊരു നേട്ടമായിരുന്നുവെങ്കിൽ തള്ളി ഇല്ല എന്നുള്ളൊരു തിരിച്ചടിയാണ്. അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഓക്കെ, ഞങ്ങൾ അഴിമതി നടത്തിയിട്ടുള്ള കേസല്ല, ഞങ്ങളതിൽ കക്ഷിയല്ല എന്നുള്ള നിലപാടാണ് BJP നേരത്തെ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രശ്നമല്ല. പക്ഷേ കോടതി തള്ളിക്കളഞ്ഞു എന്ന് നാട്ടുകാരോട് പറഞ്ഞ് ആഘോഷിച്ചു കൊണ്ടിരുന്ന സ്ഥിതിക്ക് കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല, ഇതിൽ ഒരു അന്വേഷണത്തിലുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി വന്നിരിക്കുന്നത്. അത് തിരിച്ചടിയല്ലെന്ന് ഓഫ് കോഴ്സ് അത് BJPക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. പക്ഷേ ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നുള്ള രേഖകൾ വെച്ചുള്ള അനുമാനത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി സുപ്രീം കോടതി തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പൗരനെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ആശ്വാസം തരുന്ന കാര്യം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു ചെറിയ മറുപടി താങ്കൾക്കുണ്ടെങ്കിൽ ആകാം. വിധി വന്നതിനു ശേഷം പുറത്തു വന്ന രേഖകൾ സർക്കാർ അതുവരെ കോടതിയിൽ പറഞ്ഞതിന് ഭിന്നമായ കാര്യങ്ങളാണ്. ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല, അദ്ദേഹം വളരെ ദീർഘമായി തന്നെ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു. അവിടെയാണ് ആളുകളിൽ സംശയമുണ്ടായത്. ആ സംശയമാണ് ഇന്ന് കോടതിക്കും വന്നത്. അതുകൊണ്ടാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയാണ്, അല്ലാതെ ആരും അദ്ദേഹം പറഞ്ഞതുപോലെ കോടതി ഒന്നും അല്ലെങ്കിൽ ജനങ്ങളോ ഒന്നും അഴിമതി എന്നല്ല, അഴിമതി അന്വേഷിക്കണം, അഴിമതി ആരോപണം അന്വേഷിക്കണം എന്നതാണ് ഇവിടുത്തെ ആവശ്യം. ഇവിടെ ആ രൂപത്തിൽ വന്ന പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ അത് തള്ളിക്കളയാവുന്നതല്ല എന്ന് പറയുന്നത് നിശ്ചയമായും സർക്കാരിന് എന്തോ ചില കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. അല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് കാലങ്ങളായി സ്വീകരിക്കുന്ന കീഴ്വഴക്കമനുസരിച്ച് കാലങ്ങളായി സ്വീകരിക്കേണ്ട സീക്രസി കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആ കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചു. പിന്നെ പക്ഷേ അതല്ലല്ലോ, പിന്നീട് വന്ന രേഖകൾ വെളിപ്പെടുത്തിയ വിവരങ്ങൾ അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്, അതേക്കുറിച്ചാണ് മൗനം പാലിക്കുന്നത്. അത് മോഷ്ടിച്ചതാണ് എന്ന നിലയിൽ മാത്രം ഞാൻ പറയാം. മേനോൻ, മോഷ്ടിച്ചതാണ് എന്ന ഒറ്റവരി വാചകത്തിൽ അതിലെ ഉള്ളടക്കത്തെ നിരാകരിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. അതാണ് പ്രശ്നം. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. കോടതി ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കോടതിക്ക് ഇതിൻ്റെ ഒറിജിനൽ രേഖകൾ തന്നെ സീൽ ചെയ്ത് ഹാജരാക്കാൻ നിർദ്ദേശിച്ചാൽ ഹാജരാക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഇതല്ല, ഇതിൽ കൂടുതൽ രേഖകൾ ആവശ്യമുണ്ടെങ്കിലും കോടതിക്ക് അത് വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കോടതി അതേസമയം ഇത് ഇല്ലാത്ത അല്ലെങ്കിൽ ഇതൊരു ആരോപണത്തിൻ്റെ മുൾമുനയിലാണ് മോഡി സർക്കാർ
എന്നും വരും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വളരെ ഇത് ആരോപണം മാത്രമല്ല, പ്രതിരോധ വകുപ്പിന്റെ രേഖകളാണ്. കോൺഗ്രസ് പ്രതിരോധ വകുപ്പിന്റെ രേഖകളാണ് തന്നെയാണ്. അതെ, അപ്പൊ ഇപ്പൊ ഇവിടെയും അഴിമതിയാണ് എന്ന ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അത്രയും സമ്മതിച്ചാൽ മതി. ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞത് അഴിമതി അവിടെ നിൽക്കട്ടെ, അഴിമതി നിൽക്കട്ടെ. ചട്ടലംഘനം നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന 2013 ആ ചട്ടത്തിന്റെ തുടർന്നു വരുന്നു എന്ന് അവകാശപ്പെടുന്ന ചട്ടത്തിന്റെ ലംഘനം നടന്നു എന്നാണ് പ്രതിരോധ വകുപ്പിന്റെ ഈ രേഖകൾ ബോധ്യപ്പെടുത്തുന്നത്. അല്ലല്ല, ലംഘനം നടന്നു എന്ന് ബോധ്യപ്പെടുത്തുമല്ല, അത് ഇപ്പൊ ലംഘനം നടന്നോ ഇല്ലയോ ആ രേഖകൾ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. കോടതി എന്നല്ല ഞാൻ പറഞ്ഞത്. കോടതി ഇത് പരിഗണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ രേഖ ആ രേഖ യഥാർത്ഥ രേഖയാണോ, ഇനിയിപ്പോ അതിന്റെ ഒറിജിനൽ സീൽ സർക്കാരിനില്ലെന്നേ, അത് പരിശോധിക്കണം. ഇനിയും നടക്കാനുണ്ട്. മോഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ യഥാർത്ഥ രേഖ മോഷ്ടിക്കപ്പെട്ടു എന്നാണ്. അല്ല, സർക്കാരിന്റെ ആ കാര്യത്തിൽ അപ്പൊ ഇനി അത് വ്യാജ ശ്രീ ദിനേശ് സർക്കാരിന് അഡ്വക്കേറ്റ് ദിനേശ് ഇപ്പോൾ മേനോൻ പറഞ്ഞതുപോലെ ഈ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണ്, അത് പറഞ്ഞു. പക്ഷേ ഇതിനി വ്യാജമാണെന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാനാവില്ലല്ലോ. മാത്രമല്ല 2018 ഒക്ടോബറിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല. അതൊന്നുമല്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് ഈ രേഖകളിലൂടെ, പ്രതിരോധ രേഖകളിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ അരുൺ ഷൂരി പറഞ്ഞതുപോലെ വിധി പുനഃപരിശോധിക്കുന്ന നിലയിലേക്ക് ഗൗരവമുള്ളതാണോ മോഷ്ടിക്കപ്പെട്ടതെന്ന് സർക്കാർ പറയുന്ന ഈ രേഖകൾ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രേഖകൾ വ്യാജമാണോ എന്ന് സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം വ്യാജരേഖകളാണ് എന്ന് സർക്കാരിനൊരു വാദം കോടതിയുടെ മുമ്പിൽ ഇല്ല. ഇത് ഔദ്യോഗിക രേഖകളാണ്, അതുകൊണ്ട് ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ചിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രേഖകൾ വ്യാജമല്ല, പക്ഷേ ഇത് സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെട്ട രേഖകളാണ്. ഒറിജിനൽ ആയിട്ടുള്ള രേഖകൾ മോഷ്ടിച്ച് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ ഒരു വാദം സർക്കാരിനില്ല. അതുകൊണ്ടാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് വരുന്നത്, ഔദ്യോഗിക രേഖകളായതുകൊണ്ട്. അത് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അത് വ്യാജമാണെന്നുള്ളൊരു ഒപ്പീനിയൻ സർക്കാരിനില്ല. രണ്ടാമത്തത്, കാലാകാലങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റ് തുടർന്നു വന്നിട്ടുള്ള അതേ നിലപാടാണ് ആയുധ ഇടപാടുകളിൽ ഞങ്ങളും സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളൊരു അഡ്മിഷനാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടാണോ എന്നും അറിയിട്ടില്ല. പക്ഷേ തീർച്ചയായും ആയുധ ഇടപാടുകളിൽ സുതാര്യത വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഇവർ ഒരു വാഗ്ദാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലാകാലങ്ങളിൽ ആയുധ ഇടപാടുകളിൽ സ്വീകരിച്ചു വന്നിരുന്ന അതേ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും അപഹാസ്യമായിട്ടുള്ള നിലപാടാണ്. മറിച്ച് അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് അഴിമതി ആരോപണമുണ്ട്. കോടതിക്ക് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീ രാധാകൃഷ്ണൻ എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നാളെ അഴിമതി ആരോപണം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ, അദ്ദേഹം ഇതിനകത്ത് അഴിമതിയില്ല എന്ന് 100% ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. നാളെ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ് ശ്രീ മേനോൻ. അദ്ദേഹത്തിന് അത്ര ബോധ്യമുണ്ട് ഇതിലൊരു അഴിമതി ഉണ്ട് എന്ന്? അല്ല, ഇത് സംബന്ധിച്ച് അത് ഓരോരുത്തർക്ക് അത് അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശമുണ്ട്, അതിനെയല്ല. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് അഴിമതി ഉണ്ട് എന്ന് ആരോപണം ഉന്നയിക്കാൻ അത് തെളിഞ്ഞാലത്തെ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. എന്നതിനപ്പുറം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. തെളിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അല്ല, അതിനൊരു പ്രശ്നമില്ല. ജനങ്ങളുടെ മുന്നിൽ ഒരു പൊതുമാധ്യമത്തിൽ വന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടാണ് നാളെ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുമോ? ശ്രീ മേനോൻ, താങ്കളോട് നേരിട്ടൊരു ചോദ്യമാണ്. അല്ലല്ല, ഇവിടത്തെ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ 100% ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ഞാനിവിടെ വന്നിരുന്ന് പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അത് ഈ വക കാര്യങ്ങളിൽ സുതാര്യമായ സമീപനം സ്വീകരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ സുതാര്യമായ സമീപനം സ്വീകരിക്കാൻ കഴിയുന്ന മേഖലകളിൽ തീർച്ചയായിട്ടും സുതാര്യമായിട്ട്
സുതാര്യമായിട്ടുള്ള സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? അതാണ് വിഷയം. കാരണം രഹസ്യ നിയമങ്ങൾ ബാധകമായിട്ടുള്ള പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വാങ്ങിയിട്ടുള്ള ഇതിനകത്ത് ആർക്ക് വേണ്ടിയാണ് ഈ ആരോപണം? വിദേശ പാകിസ്ഥാൻ അടക്കമുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ചില കാരണം ഈ മേടിച്ച ആയുധത്തിൽ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്, അതിന്റെ സീക്രസി തീർച്ചയായും അത് കോടതി പരിശോധിക്കട്ടെ. ശ്രീ മേനോൻ ബി.ജെ.പി. ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. ശ്രീ മേനോൻ ഒറ്റ മിനിറ്റേ ഉള്ളൂ നമുക്ക് അക്കാര്യത്തിൽ നഷ്ടപ്പെടുത്താൻ, അതുകൊണ്ടാണ് ശ്രീ മേനോൻ. അതായത് ബി.ജെ.പി. ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, പ്രധാനമന്ത്രി പറയുന്നു, അത് താങ്കൾ ഏറ്റെടുക്കുന്നു. അതെ, നാളെ അത് മാറിയാൽ സുപ്രീം കോടതിയിൽ അത് ആ വിശ്വാസം തിരുത്തപ്പെട്ടാൽ താങ്കൾ എന്തു ചെയ്യും? ഒരു പൊതുമാധ്യമത്തിൽ വന്ന് ഈ വിവരങ്ങൾ പറയുന്ന നേതാവ് എന്ന നിലയിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ മാപ്പ് പറയുമോ, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ? അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നതുകൊണ്ട് എനിക്കത് വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കാൻ തരമില്ല. ഇന്ന് ഭാരതീയ ഞാനിത് അല്ലല്ല ഇതിപ്പോൾ ഞാനിത് പറയുന്നത് ബി.ജെ.പി. ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലെ നിലപാടിനെ കുറിച്ചിട്ടാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിപരമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് അപ്പോൾ അതേ സംബന്ധിച്ച് അഭിമുഖീകരിക്കുകയാണ് ഒരു പാർട്ടിയുടെ വക്താവ് എന്ന അല്ലല്ല ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്കും ഇന്ന് ആ സംഘടന നേതൃത്വം കൊടുക്കുന്നത് ഗവൺമെന്റിന് വേണ്ടിയാണ്. അങ്ങനെയല്ലോ ചർച്ച എനിക്കത് സ്വീകരിക്കാൻ പാർട്ടിയും എനിക്ക് അങ്ങയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ഭയമില്ല. പക്ഷേ വിഷയത്തെ വ്യക്തിപരമായിട്ട് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ല താങ്കൾ ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നു, പറയുന്നു അഴിമതി നടന്നിട്ടില്ല. നിങ്ങള് അതൊക്കെ നമ്മുടെ ഈ ചർച്ചകളിലെ പതിവായിട്ടുള്ള വാചകങ്ങളാണ്. പുകമറ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ആ വിഷയമേ വിടാം. കാരണം പുകമറ എന്നൊന്നും ഇതിലില്ല. കാരണം സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ മുന്നിൽ വെച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഒരു പുകമറയുടെയും പ്രശ്നം ഇക്കാര്യത്തിലില്ല. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം വ്യക്തിപരമായല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയും എൻഡിഎ നയിക്കുന്ന സർക്കാരും എടുക്കുന്ന നിലപാട് പറയുന്നു. ആ നിലയിൽ വ്യക്തിപരമായി എടുക്കണ്ട എന്ന് പറഞ്ഞത് തൽക്കാലം എടുക്കാം. അതുകൊണ്ട് തന്നെ മാപ്പിന്റെയും ഒന്നും പ്രശ്നം അവിടെ തൽക്കാലം ഉദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, അവസാനമായി താങ്കളോടൊരു കാര്യം. ഈ 2018 ഒക്ടോബറിൽ കൊടുത്ത കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്, അതിനകത്താണ് ഈ നടപടിക്രമങ്ങൾ ആകെ പറഞ്ഞത്. നേരത്തെ താങ്കൾ പറഞ്ഞത് അതിലൊന്നും പരാമർശിക്കാത്തതാണ് പിന്നീട് ഈ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന, ദ ഹിന്ദു അടക്കം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളിലൂടെ മനസ്സിലായത്. യഥാർത്ഥത്തിൽ സർക്കാരിന് വലിയ തലവേദനയാകുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നൊരു ഹർജി അടക്കം അവിടെയുണ്ട്, യശ്വന്ത് സിൻഹയുടെയും മറ്റും ഹർജി. അതിനും സമാധാനം പറയേണ്ടി വരും. അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ ഓരോരോ പ്രശ്നങ്ങൾ, സമാന്തര ചർച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തി, കരാറിന് ഫ്രാൻസിന്റെ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതാക്കിയത്, അഴിമതി വിരുദ്ധ വ്യവസ്ഥ ഒഴിവാക്കിയത്, ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണോ സുപ്രീം കോടതിയിലെ 2018 ഒക്ടോബറിലെ അഫിഡവിറ്റ്? അങ്ങനെ വന്നാൽ ഈ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിരോധ രേഖകളായി പുറത്തു വന്നത് ഗുരുതരമായൊരു സാഹചര്യമായിരിക്കില്ലേ പുനഃപരിശോധന ഹർജി തുറന്ന കോടതിയിൽ കേൾക്കുമ്പോൾ സർക്കാരിനെ കാത്തിരിക്കുന്നത്? അത് സർക്കാർ ഇപ്പം കോടതിയിൽ പറഞ്ഞതിൽ സത്യവിരുദ്ധമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് മറ്റാരും ഈ പ്രോസസ്സിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നത് സർക്കാർ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാം ജനറലി ഞങ്ങളെല്ലാം ചട്ടം അനുസരിച്ചാണ് ചെയ്തത് എന്ന് പൊതുവെ പറഞ്ഞതല്ലാതെ, പക്ഷേ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യത്തിന് കോടതിക്ക് സത്യസന്ധമായ ഒരു ഉത്തരം കിട്ടാൻ പാകത്തിനുള്ള വിവരങ്ങൾ സർക്കാർ കോടതിയിൽ നിന്ന് മറച്ചുവെച്ചു എന്നൊരു പ്രശ്നം അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ചട്ടലംഘനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചട്ടലംഘനം ഉണ്ടായില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. കാരണം ഈ ഡിഫൻസ് സെക്രട്ടറി നോട്ട് അവിടെ സർക്കാരിൻ്റെ രേഖകളിൽ ഉള്ളതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അപ്പോൾ സർക്കാർ മുഴുവൻ രേഖകളും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ പത്രപ്രവർത്തകർക്ക് ഈ പണിയെടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ സർക്കാർ ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഒളിച്ചു കളിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങളിൽ കോടതിക്ക് തീരുമാനമെടുക്കാൻ ആവശ്യമായ രേഖകൾ കോടതിയിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
കോടതി ഈ കാര്യം പുനഃപരിശോധിക്കുമ്പോൾ കോടതിക്ക് ഈ കാര്യം പരിശോധിക്കേണ്ടി വരും. നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളൊരു ചോദ്യം കോടതി നിർബന്ധമായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് 2013 ചട്ടമനുസരിച്ച് കച്ചവടം നടത്തി നിങ്ങൾ എന്തിനാണ് ഓഫ്സെറ്റിൻ്റെ കാര്യം വന്നപ്പോൾ 2016 പോയത്? ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച്. നിലനിൽക്കുന്ന നിയമം 2016 പക്ഷേ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് 2013 ചട്ടം. എന്നാൽ പിന്നെ നിങ്ങൾ എന്താ 2013 ചട്ടം വെച്ച് നിങ്ങൾ മുഴുവൻ ഉണ്ടാക്കാതിരുന്നത്, അല്ലെങ്കിൽ 2016 ചട്ടം വെച്ചാൽ നിങ്ങൾ എന്താ മുഴുവൻ കരാർ ഉണ്ടാക്കാതിരുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് ന്യായമായിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ച് മറുപടി പറയാൻ സർക്കാർ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കൂടുതൽ വിശദീകരണം നൽകേണ്ട സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിപ്പെട്ടു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. സർക്കാർ ഒട്ടും ആഗ്രഹിക്കാത്ത ആ രേഖകൾ, മോഷ്ടിക്കപ്പെട്ട രേഖകളെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞ രേഖകൾ വിശദമായി തെളിവുപരമായി തന്നെ പരിശോധിക്കാൻ സുപ്രീം കോടതി ഇടപെടുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഡ്വക്കേറ്റ് പി.വി. ദിനേശ്, ഒരു ചെറിയ നിയമപരമായ സംശയം. അരുൺ ഷൂരിയൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ രേഖകൾ പരിശോധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ വിധി പുനഃപരിശോധിക്കാനുള്ള ഒരു വലിയ സാഹചര്യം തെളിയുമെന്നാണ് അരുൺ ഷൂരി പറഞ്ഞത്. അതുപോലെ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന നിലയിൽ യശ്വന്ത് സിൻഹ കൊടുത്ത ഹർജി അവിടെ കിടക്കുന്നു, അവിടെയുണ്ട്. അത് രണ്ട് സാഹചര്യങ്ങൾ. അങ്ങനെ വന്നാൽ ഇത് വിശദമായി പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ രേഖകളുടെ അസൽ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടാകുമോ? തീർച്ചയായും. ഇപ്പം ഏത് ഘട്ടത്തിലാണ് അസൽ ഹാജരാക്കപ്പെടേണ്ടി വരുന്നൊരു അവസ്ഥ, അതായത് കുറച്ച് സാധനങ്ങൾ കോടതിയുടെ മുന്നിലെത്തുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ സംശയങ്ങൾ വരുന്നു. സംശയം വരുന്ന സമയത്ത് ഇന്ത്യൻ കോടതി വളരെ ശക്തമായിട്ടുള്ള, ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞാൽ ലോക സുപ്രീം കോടതികളെ, അതിലെ നീതിന്യായ വ്യവസ്ഥകളെ ഇന്ത്യൻ സുപ്രീം കോടതി വളരെ ശക്തമായിട്ടുള്ളൊരു നീതിന്യായ വ്യവസ്ഥയിലാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഏത് രേഖയും ആവശ്യപ്പെടാനുള്ള അവകാശം, അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഒരുപക്ഷെ എല്ലാ രേഖകളും പൊതുജനങ്ങളെ കാണിക്കണമെന്നില്ല. സാധാരണ കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അതൊരു സീൽ കവറിൽ അതായത് പൊതുജനങ്ങളെ കാണിക്കാതെ 3 കവറിലാക്കി 3 ജഡ്ജസാണ് കേൾക്കുന്നതെങ്കിൽ 3 ജഡ്ജസിന് മാത്രം വായിക്കാൻ പാകത്തിൽ, മറ്റു പാർട്ടികൾക്ക് പോലും കൊടുക്കില്ല, 3 ജഡ്ജസിന് മാത്രം വായിക്കാൻ പാകത്തിൽ ഈ കോടതി രേഖകൾ സബ്മിറ്റ് ചെയ്യാം. കോടതിക്ക് അത് സ്വീകരിക്കും. അതാണ് അതിൻ്റെ നിയമപരമായൊരു വശം. അവിടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇതിൻ്റെ ദീർഘവശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ കാര്യം മാത്രം. ഇപ്പോൾ 2018 കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കൊടുത്ത അഫിഡവിറ്റിൽ, ആ ഹർജിയിൽ കോടതിയിൽ സർക്കാർ കൊടുത്തപ്പോൾ പറഞ്ഞത് എല്ലാം താങ്കൾ പറഞ്ഞ പോലെ ഈ ചട്ടപ്രകാരമാണ്, 2013 വ്യവസ്ഥകൾ പ്രകാരമാണ് പോകുന്നത്, സർക്കാർ തുടർച്ചയാണ്, അതിനനുസരിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ദ ഹിന്ദു ഈ രേഖകൾ പുറത്തു കൊണ്ടുവന്നത്. അതിലെ ഒരുപാട് കാര്യങ്ങളെല്ലാം വിട്ടൊറ്റ കാര്യം മാത്രം. അന്ന് അഫിഡവിറ്റിൽ പറഞ്ഞത് നെഗോഷിയേറ്റിംഗ് ടീമാണ്, വ്യവസ്ഥകൾ പ്രകാരം ഒരു സ്വതന്ത്രമായ നെഗോഷിയേറ്റിംഗ് ടീമാണ് ഈ ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കോടതിയെ അറിയിച്ചത്. പക്ഷേ ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രതിരോധ വകുപ്പ് കൃത്യമായി പറയുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തരമായി ചർച്ച നടത്തുന്നു, അത് ശരിയല്ല, നമ്മുടെ പൊതുവായ താല്പര്യങ്ങൾക്കത് ദോഷം ചെയ്യും. ഇനി അഥവാ PMOയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഈ നെഗോഷിയേറ്റിംഗ് ടീമിൻ്റെ ചർച്ചകൾക്ക് ശേഷം അത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ധരിപ്പിക്കട്ടെ. ഈ ആശങ്ക താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. പ്രതിരോധ സെക്രട്ടറി അത് പ്രതിരോധ മന്ത്രിയെ അറിയിക്കുന്നു. ഈ രേഖയാണ് പുറത്തു വന്നത്. അതിൽ തന്നെ ആ അഫിഡവിറ്റിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആർക്കും ബോധ്യപ്പെടുന്നത്. അതാണ് ഇതിലെ കേസ്. അങ്ങനെ വന്നാൽ ചട്ടലംഘനം എന്നത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നാൽ വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യവും വരും. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇപ്പോൾ ഇത് ഇനി വരാൻ പോകുന്ന കോടതിയുടെ നടപടിക്രമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ആറ്റിലെ വെള്ളം വറ്റിപ്പോയി, അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഞാൻ വിധിയെക്കുറിച്ചല്ല ചോദിച്ചത്, വസ്തുതാപരമായ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. അത്രയേ ഉള്ളൂ. അല്ലാതെ അത് വരട്ടെ, അല്ലല്ല ഞാൻ ശ്രീ മേനോൻ അത് ആളുകളെ പരിഹസിക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ അഫിഡവിറ്റ് ഒക്ടോബറിൽ കൊടുത്തതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതിനുശേഷം പുറത്തുവന്ന രേഖകളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇത് രണ്ടും താരതമ്യം ചെയ്താൽ തന്നെ ചട്ടലംഘനം പ്രകടമാണ്. കോടതിയുടെ മുമ്പിൽ നിന്ന് ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചു. അല്ല, കോടതിയെ നേരിടാൻ, അല്ലെ കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട്, ബോധ്യപ്പെടുത്തും. അത് നടത്തിക്കോ, അത് നടത്തിയേ പറ്റൂ. ഞാൻ ഈ ചർച്ചയിൽ താങ്കളോടാണ് ചോദ്യം. തീർച്ചയായിട്ടും എന്റെ ചോദ്യം ഈ ചർച്ചയിൽ താങ്കളോടാണ്. അല്ല, അതിനനുസൃതമായി
അല്ലേ, അതിനുള്ള ഉത്തരമാണ് ഞാൻ അങ്ങ് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഈ നടപടിക്രമങ്ങളൊക്കെ നടന്നതിന് ശേഷം വരാൻ പോകുന്ന കാര്യം ഇന്നതാണ് എന്ന് കോടതിക്ക് വേണ്ടി അങ്ങ് തന്നെ വിധി പറഞ്ഞാൽ പിന്നെ ഞാനൊരു വിധിയും പറഞ്ഞിട്ടില്ല. ഇതിൽ പ്രകടമായ ചട്ടലംഘനം ഉണ്ടല്ലോ, ഇതിൽ പ്രകടമായ ചട്ടലംഘനം ഉണ്ടല്ലോ എന്നാണ് എന്റെ ചോദ്യം. അതിനെ നിരാകരിക്കാൻ കഴിയുന്ന, വിശദീകരിക്കാൻ കഴിയുന്ന ഒരു വാദം താങ്കളിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ചട്ടലംഘനം അല്ല, ചട്ടലംഘനം ഉണ്ടല്ലോ എന്ന് അങ്ങ് പറയുന്നതാണ് വിധി എന്ന് ഞാൻ പറഞ്ഞു. അത് കോടതി പറയട്ടെ, ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ കാര്യത്തിൽ ആ രേഖകൾ പരിശോധിക്കട്ടെ. മേനോൻ, കോടതി നമ്മളെല്ലാവരും ഇതേ സമയങ്ങൾ വായിക്കുന്നു, വാർത്തകൾ അറിയുന്നു, അതുപ്രകാരം കാര്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ആർക്കും അഭിപ്രായം പറയാമല്ലോ. ഞാൻ ആ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. അതിനെ വിധിയായിട്ട് താങ്കൾ വഴിതിരിച്ചു വിടരുത്. അല്ല, നിങ്ങൾ അഭിപ്രായം വിധിയായിട്ട്, കാരണം ചാനൽ അവതാരകരെ സംബന്ധിച്ച് സാധാരണ കേരളത്തിലെ പൊതു കീഴ്വഴക്കമാണ്. ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയാണ്. ഞാൻ തിരിച്ച് അങ്ങനെയും പറയും. ശ്രീ മേനോൻ, സ്ഥിരം പല്ലവിയാണ്. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ചോദ്യം ചെയ്താൽ അഭിപ്രായം പറയാനും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ദ ഹിന്ദു പുറത്തുവിട്ട രേഖകൾ താങ്കൾ വായിച്ചതല്ലേ? ആ വാർത്തകൾ വായിച്ചതല്ലേ? അത് നിങ്ങൾ അങ്ങനെ വിധി എന്നുള്ള പ്രശ്നം എന്തിനാണ് അലട്ടുന്നത്? പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ മേനോൻ. നിർഭാഗ്യകരമാണ്. ഒരു വിധിയുമല്ല. നോക്ക്, ഒറ്റ പ്രാവശ്യം കൂടി, ഒരു തവണ കൂടി സർക്കാർ പറഞ്ഞു, മാധ്യമത്തോടക്കമാണ് സർക്കാർ പറഞ്ഞു നെഗോഷിയേറ്റിംഗ് ടീമാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ദ ഹിന്ദു പുറത്തുവിട്ട രേഖകൾ പ്രതിരോധ രേഖകൾ പ്രകാരം പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ഇത് ചട്ടലംഘനമല്ലേ? ഇത്രയുള്ള എന്റെ ചോദ്യം. അല്ല ശരത്തെ, അതായത് ഈ രേഖ പുറത്തുവിട്ട ഹിന്ദുവിനോടക്കമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ തരത്തിലുള്ള രേഖകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകളെ സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്ന്. കാരണം പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മേടിക്കുന്ന വിമാനത്തിൽ പിടിപ്പിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്, ആ ആയുധത്തിന് എത്ര വിലയുണ്ടായി, ഇതൊക്കെ പുറത്ത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചത് ഒന്നുമല്ല. ആ ചോദ്യത്തിലേക്ക് നിർഭാഗ്യകരമായി താങ്കൾ വന്നില്ല. അത് അതിന്റെ പരിമിതിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കോടതി ആ രേഖകൾ പരിശോധിക്കാനാണ് പോകുന്നത്. അത് മടക്കി അവർക്ക് കൊടുക്കുകയായിരുന്നില്ല. ശ്രീ ദിനേശ്, ശ്രീ മേനോൻ യഥാർത്ഥ വസ്തുതകളിൽ നിന്നുകൊണ്ടുള്ള മറുപടി തരുന്നുണ്ട് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ ഒരു കണ്ടന്റിലേക്കും താങ്കളിലേക്ക് പോകുന്നില്ല, സമയം അവസാനിക്കുന്നുണ്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പൊതു ആയുധ ഇടപാടുകൾ രഹസ്യമായിരിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വിവരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇത് അനിൽ അംബാനിയുടെ കമ്പനിയാണ് ഇത് നടത്തുന്നത്. അനിൽ അംബാനി ഇതിനു വേണ്ടി മാത്രമാണ് കമ്പനി ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? രാജ്യത്ത് എല്ലാവർക്കും അറിയാം 15 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്, ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണെന്ന്. പിന്നെ നിങ്ങൾ വിധി പറയുകയാണെന്ന് ആൾക്കാർക്കും റാഫേൽ വിമാനം പറയും, അത് വിധി പറയുകയാണ്, അഭിപ്രായമായിട്ട് അദ്ദേഹം എടുക്കില്ല. പിന്നെ ഫ്രാൻസിന് മുഴുവൻ അറിയാം. ഫ്രഞ്ച് ഗവൺമെന്റിന് ഇതിനകത്തുള്ള മുഴുവൻ രഹസ്യവും അറിയാം. അനിൽ അംബാനിക്ക് ഇതിനകത്തുള്ള മുഴുവൻ രഹസ്യവും അറിയാം. ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്തുള്ള മുഴുവൻ രഹസ്യം അറിയാം. പക്ഷെ ഇന്ത്യയിലെ പൊതുജനങ്ങൾ ഇതിനകത്ത് പറ്റി അറിയാം. ദിനേശ്, അതായത് അഡ്വക്കേറ്റ് ദിനേശ്, ഈ രേഖകൾ കോടതി പരിശോധിച്ചാൽ പലതും പുറത്തു വരും എന്നതാണോ സർക്കാർ ഭയക്കുന്നത്? സർക്കാരിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും അതല്ലേ കാണിക്കുന്നത്. നിങ്ങൾ പരിശോധിക്കരുത് എന്നല്ലേ കോടതിയിൽ പറഞ്ഞത്. ഇത് മോഷ്ടിച്ചതാണ്, ഞങ്ങൾ ഇവർക്കെതിരെ. അപ്പൊ കോടതി എന്താ പറഞ്ഞത്? ഓക്കെ, നിങ്ങൾ ഇത് മോഷ്ടിച്ച രേഖയാണെന്ന് നിങ്ങൾക്ക് അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തു. പക്ഷേ രേഖകൾ ശരിയാണല്ലോ, അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. രേഖകളിൽ തർക്കമില്ല. മോഷണം എന്നൊരു നിലപാടിന്റെ മാത്രം പ്രശ്നമേ മോഷണത്തിനെതിരെ വേണം കേസെടുത്തോ എന്നാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ അവസാനമായി വളരെ സുതാര്യമായി ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണ്? എന്തിനാണ് ഭയക്കുന്നത്? ശരി, ഇവിടെ രാധാകൃഷ്ണ മേനോൻ ഇതിനെ നിരന്തരം ഇങ്ങനെ എതിർക്കുന്നതിൽ തന്നെ സർക്കാരിന് എന്തോ ചിലത് മറയ്ക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ രേഖകൾ കോടതി കേൾക്കരുത്, അത് പരമാവധി അതിനെ എതിർത്തു. കോടതി അതിനെയും സർക്കാർ എതിർത്തു. കോടതി അതിനെയും അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് കേൾക്കാൻ തീരുമാനിക്കുന്നു, പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എതിർത്തതിൽ തന്നെ പലതും സംശയിക്കാം സർക്കാരിനെ.
അല്ല, അങ്ങനെ സംശയിക്കുന്നവർക്ക് സംശയിക്കാനുള്ള അവകാശമുണ്ട്, അതിനത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ അതേസമയം യാഥാർത്ഥ്യം വേറെ ഒരു ഭാഗത്തുണ്ട്. കാരണം പ്രതിരോധ മേഖലയിൽ നമ്മൾ മേടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിമാനം, ആ വിമാനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളുടെ വില, ഉപകരണങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട് ആ വിലയിൽ വരുന്ന വ്യത്യാസങ്ങൾ, പുറത്ത് ചർച്ച ചെയ്യണം. അതിലെന്തിനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തുന്നത്? അതിന് വിദഗ്ധർ നടത്തിയാൽ പോരെ? എന്തിനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്? എന്ത് തരം വൈദഗ്ധ്യമാണ് അവർക്ക് അക്കാര്യത്തിലുള്ളത്? അല്ല, നെഗോഷിയേറ്റിംഗ് ടീമിനെ എന്തിനു ബൈപ്പാസ് ചെയ്തു? അതിലിടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദഗ്ധ്യമുള്ളവർ അവിടെ ഉണ്ടാവും. നെഗോഷിയേറ്റിംഗ് ടീമിനെ എന്തിനു ബൈപ്പാസ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ആരോപണമാണ്. അല്ല, പറഞ്ഞില്ല. അല്ല, പ്രശ്നമാണ്, ഉത്തരം പറയേണ്ട പ്രശ്നമാണ്. പറഞ്ഞിട്ടില്ലല്ലോ. ആരാ പറഞ്ഞത് ബൈപ്പാസ് ചെയ്തു എന്നുള്ളതൊക്കെ ആരോപണമാണ്. ആരോപണമല്ല, പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തു വന്ന സർക്കാർ തന്നെ ശരിയെന്ന് സംബന്ധിച്ച, മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രം ആരോപിച്ച ആ രേഖകളിലുള്ളതാണത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തുന്നു, പാരലൽ ഡിസ്കഷൻ നടത്തുന്നു. നെഗോഷിയേറ്റിംഗ് ടീം ചർച്ചകൾ നടത്തുമ്പോൾ ഇത് ശരിയല്ല എന്ന് പ്രതിരോധ സെക്രട്ടറി എഴുതിയില്ലേ? അതാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അല്ല, അത് അങ്ങനെ അത് ആ ചർച്ച നടത്തിയത് ശരിയോ തെറ്റോ, ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിശോധിച്ച് കോടതി പറയട്ടെ. ഏതായാലും സർക്കാർ വാദം അവിടെ നിരത്തട്ടെ. ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന വിധി അല്ലെങ്കിൽ തീരുമാനം, അതിന് മറ്റൊരു വായന കൂടി സാധ്യമാണ്. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ചർച്ച അവസാനിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കേന്ദ്ര സർക്കാരിന് എതിരായി തന്നെ സംഭവിച്ചത്. സുപ്രീം കോടതി വിധി മോദി സർക്കാരിന് തിരിച്ചടിയോ എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ FB പോളിലൂടെ മുന്നോട്ട് വെച്ചത്. വളരെ വലിയ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് വന്നിട്ടുള്ളത്. സർക്കാരിന് നിശ്ചയമായും തിരിച്ചടിയാണ് എന്ന് 84% ആളുകൾ വിലയിരുത്തുന്നു. അങ്ങനെയല്ല എന്ന് കരുതുന്നവർ 16% മാത്രം. വളരെയധികം നന്ദി ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP നേതാവ് അഡ്വക്കേറ്റ് PV ദിനേശ്, KJ ജേക്കബ്, ഡെക്കാൻ ക്രോണിക്കളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.